പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി 2 മാസത്തെ തുക അനുവദിച്ച സംസ്ഥാന സർക്കാർ. ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷീജ, നല്ലോണം ഉണ്ണാം ഓണം. തീർച്ചയായും വിനിഷ, ഏതായാലും ക്ഷേമ പെൻഷൻകാർക്കുള്ള ഒരു ഓണസമ്മാനമായി തന്നെയാണ് ഈ 2 മാസത്തെ തുക നൽകുവാൻ വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഈ മാസത്തെ പെൻഷനൊപ്പം ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം 1 മാസത്തെ കുടിശ്ശിക കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. ഇനി ഉള്ളത് ആകെ ഒരു കുടിശ്ശിക മാത്രമാണ്, 1 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും എന്നുള്ളത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കി കാര്യവുമാണ്. ഏതായാലും നാളെ മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ധനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 രീതിയിലാണ് നമുക്കറിയാം പെൻഷൻ നിലവിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. 62 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഈ പെൻഷൻ തുക കൈകളിൽ എത്തുന്നത്. അതിൽ ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതായിരിക്കും. മറ്റു ഉള്ളവർക്ക് ലഭിക്കുന്നത് അതാത് സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ അവരുടെ വീടുകളിൽ എത്തി നേരിട്ട് കൈമാറുന്ന ഒരു രീതി. ആ രീതിയിലാണ് സംസ്ഥാനത്ത് പെൻഷന്റെ വിതരണം നടക്കുന്നത്. ആ രീതിയിൽ തന്നെ തുടരുന്നതായിരിക്കും. നാളെ മുതൽ ഒരാഴ്ചയ്ക്കകം പെൻഷൻ വിതരണം പൂർത്തിയാക്കുക. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുക. അങ്ങനെ ഓണത്തിന് മുന്നോടിയായി തന്നെ എല്ലാവരുടെയും കൈകളിൽ 3200 രൂപ ലഭിക്കുക. ഇതാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി 1679 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഈ തുക ഇതിനകം തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ധനവകുപ്പ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്ത് 2 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ്. ശരി ഷീജ, ഓണസമ്മാനമാവുകയാണ്. പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള 2 ഗഡുക്കളാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാവുക. 3200 രൂപയാണ് തുക ലഭിക്കുക. ഇനി ഒരു പ്രാവശ്യത്തെ ഒരു തവണത്തെ ഗഡു മാത്രമാണ് കുടിശ്ശികയായിട്ടുള്ളത്. അതേതായാലും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ് മുഖ്യമന്ത്രി. KSRTC ജീവനക്കാർക്കും ഓണത്തിന് ശമ്പളത്തിനൊപ്പം ബോണസും ലഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ എല്ലാ തരത്തിലും കരുതലാവുകയാണ് കേരള സർക്കാർ.